ലോകകപ്പ് 2026 ആവേശം കത്തിക്കയറുകയാണ്. ഇന്നത്തെ മത്സരങ്ങൾ ആരാധകർക്ക് സമ്മാനിച്ചത് അപ്രതീക്ഷിത ഫലങ്ങളും നാടകീയ വിജയങ്ങളുമാണ്. ആദ്യം ഗ്രൂപ്പ് കെയിൽ എല്ലാവരും കാത്തിരുന്ന പോർച്ചുഗൽ കോങ്കോ പോരാട്ടം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 6ാം ലോകകപ്പ് യാത്ര വിജയത്തോടെ തുടങ്ങുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ ജാവോ നെവസ് പോർച്ചുഗലിനെ മുന്നിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ യൊവാനെ വിസ നേടിയ ഗോൾ കോങ്കോയെ വിലപ്പെട്ട സമനില സമ്മാനിച്ചു. 1-1 എന്ന സ്കോറിൽ അവസാനിച്ച മത്സരം ലോകകപ്പിലെ ആദ്യ വലിയ അട്ടിമറികളിലൊന്നായി മാറി. അതേസമയം ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിച്ച് വിജയത്തോടെ തുടക്കം കുറിച്ചു. പന്തടക്കത്തിലും ആക്രമണങ്ങളിലും വ്യക്തമായ മേൽക്കൈ പുലർത്തിയ കൊളംബിയ 3 പോയിന്റ് സ്വന്തമാക്കി ഗ്രൂപ്പിൽ മുൻതൂക്കം നേടി. ഗ്രൂപ്പ് എല്ലിൽ നാടകീയ വിജയമാണ് ഗാന സ്വന്തമാക്കിയത്. പനാമയ്ക്കെതിരായ മത്സരം ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുന്നതിനിടെ 95ാം മിനിറ്റിൽ കലേബ് ഇറങ്ങി നേടിയ ഗോൾ ഗാനയ്ക്ക് വിലപ്പെട്ട വിജയം സമ്മാനിച്ചു. പുതിയ പരിശീലകൻ കാർലോസ് ക്വിനോറിന് കീഴിൽ ലോകകപ്പിലെ മികച്ച തുടക്കമാണ് ഇത്. അതേസമയം പുതിയ പരിശീലകൻ തോമസ് ടുഷലിന്റെ കീഴിൽ കിരീട സ്വപ്നവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് കരുത്ത് തെളിയിച്ചു. ക്രൊയേഷ്യയെ 4-2 തകർത്താണ് ഇംഗ്ലണ്ട് ടൂർണമെന്റിന് തുടക്കമിട്ടത്. നായകൻ ഹാരി കെയ്ൻ ഇരട്ട ഗോളുകളുമായി തിളങ്ങിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാമും മാർക്കസ് റാഷ്ഫോർഡും ഗോൾ പട്ടികയിൽ ഇടം നേടി. ആക്രമണ ഫുട്ബോളിന്റെ മനോഹര കാഴ്ചയാണ് ഇംഗ്ലണ്ട് ആരാധകർക്ക് സമ്മാനിച്ചത്. ഇതിനു മുൻപ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മികവ് കാട്ടിയിരുന്നു. അങ്ങനെ ലോകകപ്പ് ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അട്ടിമറികളും അവസാന നിമിഷ നാടകങ്ങളും ആരാധകരെ ആവേശത്തിലാഴ്ത്തുകയാണ്. പോർച്ചുഗലിന്റെ നിരാശ, കൊളംബിയയുടെ കരുത്തറ്റ തുടക്കം, ഗാനയുടെ അവസാന നിമിഷ വിജയം. ലോകകപ്പ് 2026 ഇനി കൂടുതൽ ആവേശകരമാകുമെന്ന സൂചനകളാണ് ഇന്നത്തെ മത്സരങ്ങൾ നൽകുന്നത്.